ഇത് നമ്മൾ ബജറ്റ് ഫ്ലോർ കൊണ്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കുവാണ്. അപ്പോൾ സബോളയും ക്യാരറ്റും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബജറ്റ് ഫ്ലോർ ഒരു ബോളിനകത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു 2 കപ്പ് ബജറ്റ് ഫ്ലോർ എടുക്കാം. അളന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ ഉണ്ടാക്കുമ്പോഴത്തേനും അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ബൈകാർബണേറ്റ് സോഡ, നമ്മുടെ അപ്പക്കാരം എന്ന് പറയത്തില്ലേ, അപ്പോൾ അതൊരു 1 ടീസ്പൂൺ ഇടുവാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോഴത്തേനും അതൊന്ന് ഇച്ചിരി പുളിച്ചൊക്കെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടേക്കണേ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മുടെ ഒരു മുഴുത്ത സബോളയാണ് ഇടിക്കുന്നത്, ഒരു ലാർജ് ഓനിയൻ. ഓക്കെ, എന്നിട്ട് ഒരു 4 ക്യാരറ്റും ഉണ്ട് ഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതെല്ലാം കൂടെ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിനി ഇടാൻ വേണ്ടി പോകുന്നത് കുറച്ച് ക്യുമിൻ പൗഡറാണ്, അല്ലെങ്കിൽ നമുക്ക് ജീരകം വെറുതെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ ഞാൻ ജീരകം പൊടിച്ച് വെച്ചേക്കുന്നതാണ്, അതാണ് ഇടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 ടീസ്പൂൺ ഇടുക കേട്ടോ. പിന്നെ ഞാൻ ഗാർലിക്ക് പൊടിച്ച് വെച്ചേക്കുന്നതാണ്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയുടെ പേസ്റ്റ് അതുമാണ് ഇടുന്നത് കേട്ടോ. ഞാൻ ഇടുന്നത് കുറച്ച് ഗ്രീൻ ചില്ലിയും കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സുമാണ്. പിന്നെ അത് കൂടാതെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ പൊടിയിലേക്ക് ആ പച്ചക്കറിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് കുറേ വെള്ളമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാറുള്ളൂ കൂടുതൽ. അപ്പം പച്ചക്കറിയിലുണ്ടായിരുന്ന മോയിസ്റ്റും നമ്മൾ ഒഴിച്ച വെള്ളവും കൂടി ഒരു മാതിരി നമ്മുടെ പൊടിയൊന്ന് കുഴഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാക്കി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുവാണേ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ മില്ലറ്റ്സ് കൊണ്ട് ഊത്തപ്പവും പനിയാരും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പം ഞാൻ മില്ലറ്റ്സ് കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മില്ലറ്റ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെറൈറ്റീസ് ഓഫ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ നല്ല ചൂടായി കഴിയുമ്പോഴേ എണ്ണ ഒഴിക്കാവുള്ളൂ. അപ്പോൾ 1/2 പോർഷൻ എണ്ണ മസ്റ്റായിട്ട് ഒഴിക്കണം. എന്നിട്ട് ബാക്കി ഒരു 1/4 പോർഷനോളം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തന്നെത്താൻ ഇത് പൊങ്ങി വരും. പക്ഷേ എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് എൻ്റെത് ഈ ആദ്യത്തെ ട്രിപ്പിൽ ശരിയായില്ല, പിന്നത്തെയാണ് കേട്ടോ ശരിയായത്. അത് കാരണം എണ്ണ നമ്മൾ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ പനിയാരം ഉണ്ടാക്കുന്ന രീതി. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ദോശ ചുട്ടെടുത്തു. കാരണം നമ്മുടെ പനിയാരം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിപ്പിടിച്ചായിരുന്നേ, അപ്പോൾ ഒന്ന് കഴുകാതെ ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ ദോശ പെട്ടെന്ന് ചുടാമെന്ന് വിചാരിച്ചു. അപ്പം ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ദോശ, അതായത് ദോശ എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഊത്തപ്പം മില്ലറ്റ്സ് കൊണ്ടുള്ള റെഡിയായി. രണ്ടാമത്തെ ട്രിപ്പിൽ പനിയാരം നമ്മുടെ ശരിയായി. അപ്പം നമ്മൾ ഉണ്ണിയപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പച്ചക്കറികളൊക്കെ വെച്ച്, അപ്പോൾ കുട്ടികൾക്ക് ഉണ്ണിയപ്പമാണെന്ന് പറഞ്ഞ് പറ്റിച്ചും നമുക്ക് ഭക്ഷണം കൊടുക്കാം. പറ്റിച്ചും കള്ളത്തരമൊന്നും പറയുകയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ നല്ല ഹെൽത്തിയാണ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനെ പല ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളും. അപ്പം നമുക്ക് മില്ലറ്റ്സ് കൊണ്ട് പനിയാരം ആൻഡ് ദോശ ഉണ്ടാക്കാം. ഞാൻ ഈ ബാജറി ഫ്ലോർ കൊണ്ട് തന്നെ റൊട്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ബാജറി ഫ്ലോറുള്ള ഡിഫറെൻറ്റ് മില്ലറ്റ്സ് കൊണ്ട് കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് മില്ലറ്റ്സ് എന്നുള്ളത് നോക്കി സെർച്ച് ചെയ്ത് അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ പച്ചരിയുടെ ഉപയോഗം കഴിയുന്നിടത്തോളം കുറയ്ക്കുക. അത് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക്കാർക്ക് കഴിക്കാനും പറ്റത്തില്ല. പിന്നെ ഇതാണെങ്കിൽ ഓയിലി ആയതുകൊണ്ട് കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് ഓയിലില്ലാതെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പം ഇത് ഞാൻ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്